الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിജ്റ വർഷം 1445 നിന്നും 1446 വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നാം ഓരോരുത്തരും. 1445 വർഷത്തിൻ്റെ അവസാന മാസത്തിലെ അഥവാ ദുൽഹിജ്ജ മാസത്തിലെ അവസാനത്തെ ദിനങ്ങളിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ദുൽഹിജ്ജ മാസം ഹജ്ജിൻ്റെ മാസമാണ്, പവിത്രമായ മാസമാണ്. അതിൻ്റെ ശ്രേഷ്ഠതകളും മഹാത്മ്യങ്ങളുമൊക്കെ നേരത്തെ ചില ഖുതുബകളിലൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളതും
അതുപോലെ തന്നെ പവിത്രമായ മറ്റൊരു മാസത്തിലേക്കാണ്, മുഹറം മാസത്തിലേക്കാണ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്നതും ദുൽഖഅദ മാസമാണ്, അതും പവിത്രമായ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളെക്കുറിച്ചൊക്കെ സൂറത്തുൽ തൗബയുടെ 36-ാമത്തെ ആയത്തിൽ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, മിൻഹ അർബഅത്തുൻ ഹുറും. ഈ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ ഏറെ പവിത്രമായ മാസമാണ്, ഏറെ ശ്രേഷ്ഠകരമായ മാസമാണ്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും. നിങ്ങൾ ആ മാസങ്ങളിൽ അതിക്രമങ്ങൾ ചെയ്യരുത്, അതിനെ അനാദരിക്കരുത്. ആ മാസങ്ങളിൽ തോന്നിവാസങ്ങൾ, തിന്മകൾ പ്രവർത്തിക്കരുത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് മുഹറം മാസം. ആ മുഹറം മാസത്തിലേക്കാണ് നാം കാലെടുത്തു വെക്കുന്നത്. മുഹറം എന്നതിൻ്റെ അർത്ഥം പോലും പവിത്രമായത്, മഹത്വമുള്ളത് എന്നൊക്കെയാണ്. മഹാനായ ഹസനുൽ ബസരി റഹിമഹുള്ളയെ പോലെയുള്ള നമ്മുടെ മുൻഗാമികൾ അവർ രേഖപ്പെടുത്തി വെച്ചതായി കാണാം, ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സനത ബിശഹ്രിൻ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം ആരംഭിച്ചത് അത് ബിശഹ്രിൻ ഹറാം, ഒരു പവിത്രമായ മാസം കൊണ്ടാണ്, മുഹറം മാസം കൊണ്ടാണ്. വഖതമഹ ബിശഹ്രിൻ ഹറാം. ആ വർഷം അല്ലാഹു അവസാനിപ്പിക്കുന്നത് ദുൽഹിജ്ജ മാസം എന്ന പവിത്രമായ മാസം കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു രീതിയെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ നമുക്ക് രേഖപ്പെടുത്തി വെച്ചതായി കാണാം. മുഹറം മാസത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്, അഫ്ദലുസ് സിയാമി ബഅദ ശഹ്രി റമദാൻ. റമദാൻ മാസത്തിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പുള്ളത് സിയാമു ശഹ്രില്ലാഹിൽ മുഹറം, അല്ലാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് എന്നാണ്. ഈ മാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം. അങ്ങനെ അള്ളാഹുവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഒരുപാട് ശ്രേഷ്ഠതകളും മഹാത്മ്യങ്ങളും പവിത്രകതകളും ഒക്കെ ഉൾക്കൊള്ളുന്ന മാസമാണ് മുഹറം മാസം. കഴിഞ്ഞ 2 മാസങ്ങളെ ആദരിച്ചതുപോലെ, അതിൻ്റെ പവിത്രതയെ, മഹാത്മ്യത്തെ നാം പരിഗണിച്ചതുപോലെ തന്നെ ഈ മാസത്തെയും പരിഗണിക്കണം എന്നുള്ളതാണ് ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്ന്, പ്രവാചക വചനങ്ങളിൽ നിന്നൊക്കെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പുണ്യമാണ് എന്ന് പഠിപ്പിച്ച, മഹാത്മ്യമുണ്ട്, പവിത്രമാണ് എന്ന് പഠിപ്പിച്ച ഈ മാസം, ഈ മാസത്തിൽ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ തിന്മകൾ പ്രവർത്തിക്കരുത്, ആ മാസങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്, ആ മാസത്തെ നിങ്ങൾ ആദരിക്കണമെന്ന് പഠിപ്പിച്ച ഈ മാസം, ഈ മാസത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പല ആളുകളും സമീപിക്കുന്നത് ഇത് ദുശ്ശകുനത്തിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മുഹറം മാസം, അതിലെ പ്രത്യേകിച്ചും അതിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അത് കൊള്ളരുതാത്ത ദിവസങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ഒരു നല്ല ദിവസം ചോദിച്ചിട്ട് ഒരു വിവാഹം നടത്താൻ അടുത്ത മാസം ഉദ്ദേശിക്കുന്നത്, എൻ്റെ മോൻ്റെ വിവാഹം നടത്തണം, ഏത് ദിവസമാണ് നോക്കുക, ഏത് ദിവസമാണ് നിശ്ചയിക്കുക എന്ന് നോക്കുമ്പോൾ ആ നിശ്ചയത്തിൻ്റെ സദസ്സിൽ നിന്ന് ചില ശബ്ദങ്ങൾ ഉയരും. എന്താ പറയുക? ആ മുഹറം 10 കഴിഞ്ഞോട്ടെ എന്നാ, മുഹറം 10 കഴിഞ്ഞോട്ടെ, എന്നിട്ട് ആ കട നമുക്ക് ഉദ്ഘാടനം തുടങ്ങാം. മുഹറം 10 കഴിഞ്ഞോട്ടെ, എന്നിട്ട് ആ വീട് പണി നമുക്ക് ആരംഭിക്കാം. മുഹറം 10 കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ആ വീട്ടിൽ കൂടൽ, ആ ഹൗസ് വാമിങ് അത് നടത്താം. അങ്ങനെ ഏത് നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നതുണ്ടോ അതിനൊക്കെ മുഹറം 10 കഴിയട്ടെ. ഏതാണ് ആ മുഹറം? അർബഅത്തുൻ ഹുറും, പവിത്രമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മുഹറം മാസം.
ഏതാണ് മുഹറം? ഷഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച മുഹറം മാസം. നല്ല കാര്യങ്ങളെ തുടങ്ങാൻ ആ ദിവസങ്ങൾ കഴിയട്ടെ എന്ന് മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർ പറയുന്നുണ്ട് എങ്കിൽ എന്താണ് കാരണം? അതിനെ അശുഭമായി, ശുഭമല്ലാത്ത രൂപത്തിൽ ദുശ്ശകുനത്തിൻ്റെ ദിനങ്ങളായിക്കൊണ്ട് അതിന് എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു യാത്ര തുടങ്ങാൻ മുഹറം 10 കഴിയട്ടെ, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുഹറം 10 കഴിയട്ടെ എന്ന് പറയുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃകയായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചര്യകളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അനുധാവനം ചെയ്ത അവിടുത്തെ മഹാന്മാരായ അനുചരന്മാർ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ ചര്യകളിൽ, അവരുടെ ജീവിത ചര്യകളിൽ, അവരുടെ ചരിത്രത്തിൽ നമുക്കിത്തരം സംഭവങ്ങൾ കാണാൻ കഴിയോ? ഒരു നല്ല കാര്യം ആരംഭിക്കാൻ അത് മുഹറം മാസത്തിലെ ഏതെങ്കിലും ചില ദിവസങ്ങൾ കഴിയട്ടെ എന്ന് അവരാരെങ്കിലും പ്രവർത്തിച്ചതായി, പരാമർശിച്ചതായി നമുക്കെവിടെയെങ്കിലും കാണാൻ കഴിയോ? ഇല്ല. മുഹറം മാസത്തെ ദുശ്ശകുനത്തിന്റെ മാസമായിട്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഏതെങ്കിലും ദിവസങ്ങൾ, അത് മുഹറം മാസമാവട്ടെ മറ്റേത് ദിവസമാവട്ടെ, അത് കൊള്ളരുത്താത്ത ദിവസമാണ് എന്നുപോലും ഒരു വിശ്വാസിക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് എന്തൊരു ദിവസമാണ്, എന്തൊരു കാലമാണ്! ഇത്തരം സ്വഭാവങ്ങൾ, ഇത്തരം സംസാരങ്ങളൊന്നും ഒരു വിശ്വാസിയുടെ നാവിലൂടെ വരാൻ പാടില്ല എന്നാണ്. അത് അള്ളാഹുവിനെ ചീത്ത പറയുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ലാ തസുബ്ബുദ്ദഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, അല്ലാഹുവാണ് കാലത്തെ നിയന്ത്രിക്കുന്നത്, അല്ലാഹുവാണ് കാലത്തിന്റെ സൃഷ്ടാവ്, അവനാണ് കാലം എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാം. മറ്റൊരു ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുഅ്ദീനി ഇബ്നു ആദം, ആദമിന്റെ മക്കൾ, ആദം സന്തതികൾ അവരെന്നെ പ്രയാസപ്പെടുത്തുന്നു, എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. അള്ളാഹ് പറയാ, എങ്ങനെ അള്ളാഹിനെ ഉപദ്രവിക്കുക, അള്ളാഹുവിനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുക? അവർ യസുബ്ബുദ്ദഹർ, അവർ കാലത്തെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വഅനദ്ദഹർ, ഞാനാണ് കാലം. ബിയദിൽ അംർ ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാത്രിയും പകലുമൊക്കെ ഉണ്ടാക്കി ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നത് അത് ഞാനാണ്. ഞാൻ സൃഷ്ടിച്ച എൻ്റെ ഒരു സൃഷ്ടിപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരെന്നെ തന്നെയാണ് ആക്ഷേപിക്കുന്നത്, ചീത്ത പറയുന്നത് എന്ന് ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ആരെയാ നമ്മൾ ചീത്ത പറയുന്നത്? മുഹറം 10 വരെ കൊള്ളരുതാത്തതാണെന്ന് പറയുമ്പോൾ, അതിലേതെങ്കിലും ദിവസങ്ങൾ കൊള്ളരുതാത്തതാണെന്ന് പറയുമ്പോൾ, സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധൻ അത് മോശമാണെന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാ ആക്ഷേപിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മൾ ആക്ഷേപിക്കുന്നത് അള്ളാഹുവിനെയാണ് എന്ന്. ഇതൊന്നും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ ഇത്തരം വിശ്വാസങ്ങൾ ഉള്ള ആളുകളായിരുന്നു സ്വഹാബത്തല്ല, മുശ്രിക്കുകൾ, ജാഹിലിയത്തിന്റെ ആളുകൾ. ജാഹിലിയത്തിന്റെ സ്വഭാവമായിരുന്നു ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങളും അറുത്തുമാറ്റാൻ വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത് മനുഷ്യ മനസ്സുകളിലേക്ക് നിർഭയത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടതിനൊക്കെ ഭയപ്പെടുന്ന, ഏതെങ്കിലും ദിവസങ്ങളെ ആക്ഷേപിച്ച് അതിനെ കുറ്റം പറഞ്ഞ് അത്തരത്തിലുള്ള അസമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഒന്നിനെയും ഭയപ്പെടാത്ത ഏകനായ സൃഷ്ടാവായ റബ്ബിനെ മാത്രം ഭയപ്പെടുന്ന രൂപത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ വാർത്തെടുക്കാൻ, ആ റബ്ബിന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്ന ഇസ്സത്ത് ഒരു ജനവിഭാഗത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും തുടച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ലാ അദ്വ വലാ തുയറത വലാ ഹാമ വലാ സഫർ,
ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. രോഗം അത് അല്ലാഹുവിൽ നിന്നുണ്ടാകുന്നതല്ല, അത് തനിയെ പടരുന്നതാണ്, പടർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അല്ല, അത് അല്ലാഹുവിന്റെ ഖദാ അനുസരിച്ചു കൊണ്ടുള്ളതാ, അവന്റെ ഖദർ അനുസരിച്ചു കൊണ്ടുള്ളതാണ്. വലാ തീറത്ത വലാ ഹാമ, അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഏതുപോലെ വലാ സഫർ മാസം അത് കൊള്ളരുതാത്ത മാസമാണ്, അത് ദുശകുനത്തിന്റെ മാസമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ല, സഫർ മാസവും അള്ളാഹുവിന്റെ ദിനങ്ങളാണ്, അള്ളാഹുവിന്റെ ദിവസങ്ങളാണ്. അങ്ങനത്തെ ഒരു അപശകുനത്തിന്റെ, ഒരു ദുശകുനത്തിന്റെ, ഒരു കൊള്ളരുതാത്ത മാസമല്ല. ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്കത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ആരാണ് ഇത് വിശ്വസിക്കുന്നത്? ആരാണ് ഇത്തരം വിശ്വാസങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്നത്? ഈമാൻ കാര്യങ്ങൾ 6 ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ഈമാൻ കാര്യങ്ങൾ 6ലും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് നാവുകൊണ്ട് പറയുന്നവർ, ഹൃദയത്തിൽ ആ വിശ്വാസം പേറാത്തവർ. 5 കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാകും. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, കിതാബുകളിലും പ്രവാചകനിലും അന്ത്യദിനത്തിലൊക്കെ വിശ്വാസമുണ്ട്. എന്താണ് 6ാമത്തെ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വബിൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖദറിലുള്ള വിശ്വാസം. എനിക്ക് അസുഖം വരുമ്പോ അതാരോ എന്തോ ചെയ്തതാ, അത് അന്ന് തുടങ്ങിയത് കൊണ്ടാ. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ 6ാമത്തത് നമുക്ക് വിശ്വാസമില്ല. ഒരു മുഅ്മിൻ അയാൾ ഒരു മുഅ്മിനാവണമെങ്കിൽ 6ാമത്തതിൽ വിശ്വസിക്കണം. എന്താണ് 6ാമത്തത്? എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലമാന കാര്യങ്ങളും ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. എനിക്ക് തോന്നും അത് ഖൈറാണെന്ന്, എനിക്ക് തോന്നും അത് ശർറാണെന്ന്, എന്താവട്ടെ അതൊക്കെ എൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ്. ഇതാണ് മുഅ്മിനിന്റെ വിശ്വാസം. അത് അയാൾ ചെയ്തത് കൊണ്ടാ, അത് ഇന്ന ദിവസം തുടങ്ങിയത് കൊണ്ടാ, അതെന്റെ ടോയ്ലറ്റ് അവിടെ സ്ഥാപിച്ചത് കൊണ്ടാ, അത് ആ റൂം അവിടെ പണിതത് കൊണ്ടാ, അത് അവിടെ വീട് വെച്ചത് കൊണ്ടാ, അത് ഇവിടെ കിണർ കുത്തിയത് കൊണ്ടാ. അല്ല, അൽ ഖദറു ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഇവനാണ് മുഅ്മിൻ, അയാളാണ് മുഅ്മിൻ. അയാൾക്കൊന്നിനെയും ഭയമില്ല. മുഅ്മിൻ അയാൾക്ക് അമ്നുള്ളവനാണവൻ, നിർഭയത്വമുള്ളവനാണവൻ. അതൊക്കെ എൻ്റെ റബ്ബിന്റെ ഖദാ ആണ്, എൻ്റെ റബ്ബിന്റെ ഖദറാണ്. ഇതാണ് ഒരു മുഅ്മിനിന്റെ വിശ്വാസം. ആ വിശ്വാസം ഉൾക്കൊള്ളുന്നവനാണ് യഥാർത്ഥ മുഅ്മിനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പക്ഷേ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളുടെ അവസ്ഥ എന്താ? ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു അപകടമുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു രോഗമുണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർ ആലോചിക്കുന്നത് എന്താ? എവിടെങ്കിലും പോയാൽ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങളുള്ള ചില ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ, അതെന്താ പ്രശ്നം എന്നറിയോ? ഈ അടുപ്പ് അത് ഇവിടെ പറ്റാത്തത് കൊണ്ടാ. അതിതാ ഈ മരം, ഇത് നിങ്ങൾ ഇവിടുന്ന് മുറിച്ചതല്ലേ, ഇവിടുന്ന് മുറിക്കാൻ പാടില്ല, ആ മരം അത് അവിടെ തന്നെ ഉണ്ടാവേണ്ടിയിരുന്നു. കേട്ടിട്ടില്ലേ നിങ്ങൾ അത്തരം ചിന്താഗതികൾ? ടോയ്ലറ്റ് അത് അവിടെ പാടില്ലായിരുന്നു, ഇവിടെ റൂം ഇവിടെ ബെഡ്റൂം ആക്കാൻ പാടില്ല. എത്ര ആളുകളാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നത്? മുഅ്മിൻ എന്ന് പറയുന്ന, മുസ്ലിം എന്ന് പറയുന്ന ആളുകൾ. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് എനിക്ക് രോഗം ബാധിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഈ പ്രയാസമുണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാ എൻ്റെ വിവാഹം ശരിയാവാത്തത്. ഇങ്ങനെ എന്തെല്ലാം ചിന്തകളാണ് എവിടെയാ ഈമാൻ കാര്യത്തിൽ 6ാമത്തത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളും പേറി നടക്കുന്ന ഹൃദയത്തിന്റെ ഉടമകൾക്ക് ഞാനൊരു മുഅ്മിനാണെന്ന് പറയാൻ സാധിക്കുന്നത്? ഇല്ല. അയാൾ യഥാർത്ഥ മുഅ്മിനല്ല എന്നുള്ളതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അയാൾക്ക് യഥാർത്ഥ വിശ്വാസം ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. ഇങ്ങനെ ഒരു മാസത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രമല്ല. ഒരു വാഹനം എടുത്ത് തന്റെ ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ ആ വാഹനം തിരിച്ച് പോർച്ചിലേക്ക് കയറ്റി അന്ന് അയാളെ യാത്ര മുടക്കി വിശ്രമിക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിലുണ്ട്. ഇനി പോകാൻ പറ്റൂല. എന്തേ? കറുത്ത പൂച്ച കുറുകെ ചാടി. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോ മുറ്റം തൂത്തുവാരിക്കൊണ്ടിരിക്കുന്ന ഭാര്യ അതല്ലെങ്കിൽ ഉമ്മ ചൂലുമായി മുമ്പ് കണ്ട കഴിഞ്ഞു, ഇനി പോയിട്ട് കാര്യമില്ല, ഇനി ആ കാര്യം നടക്കൂല.
പുറത്തേക്ക് പോകുന്ന സമയത്ത് കാലിന് വയ്യാത്ത ഒരു സഹോദരൻ അയാൾ ഞൊണ്ടി നടക്കുന്നത് കണ്ടാൽ കഴിഞ്ഞു. ഈ രൂപത്തിൽ ഒരു വിധവയെ കണ്ടാൽ, ഒരു അനാഥ ബാലനെ കണ്ടാൽ, ഒരു കാലിസഞ്ചിയുമായി അല്ലെങ്കിൽ ഒരു കാലിക്കൊട്ടയുമായി ഒരാൾ പോകുന്നത് കണ്ടാൽ അതിനെയൊക്കെ അപശകുനമായി, ദുശകുനമായി, തന്റെ നിർഭാഗ്യത്തിന്റെ ലക്ഷണങ്ങളായി കരുതുന്ന അന്ധവിശ്വാസങ്ങൾ പേറി നടക്കുന്ന മുഹമ്മദാണ് അയാൾ, അബ്ദുൽ ഖാദറാണ് അയാൾ, അബ്ദുറഹ്മാനാണ് അയാൾ. എവിടെയാണ് അയാളുടെ ഹൃദയത്തിൽ അൽ ഖദറു ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല എന്ന ഈമാനിന്റെ ആറാമത്തെ അതിപ്രധാനമായ ഈ വിഷയം അയാളുടെ ഹൃദയത്തിൽ എവിടെയാണ് ഉള്ളത്? ഇല്ല. അയാൾക്ക് ആ കൊട്ടയിലാണ് വിശ്വാസം, ആ ഞൊണ്ടിയ കാലിലാണ് വിശ്വാസം, ആ ചൂലിലാണ് വിശ്വാസം, ആ കറുത്ത പൂച്ചയിലാണ് വിശ്വാസം. അതല്ല ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട നിർഭയത്വം എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതൊരു മുഅ്മിനിന്റെ വിശ്വാസമാവാൻ പാടില്ല. തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊക്കെ തന്റെ റഹ്മാനായ റബ്ബിന്റെ വിധിയാണ്. ഇത് വിശ്വസിക്കുന്നവനാണ് ഇവിടെ മുഅ്മിൻ. സൂറത്തുൽ ഹദീദിലെ 22-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ സ്വഭാവമായി കൊണ്ട് പറഞ്ഞു. എന്താണ് അവരുടെ രീതി, അവരുടെ വിശ്വാസം എന്താവണം? മാ അസ്വാബ മിൻ മുസീബ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഈ ഭൂമിയിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ദേഹങ്ങളിൽ, നിങ്ങളുടെ ശരീരങ്ങളിൽ ഏത് തരത്തിലുള്ള ആപത്തുകൾ, വിപത്തുകൾ ഉണ്ടായാലും അതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാ? അതിന് നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഒരു രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കാണതുള്ളത് എങ്കിൽ നിങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതാ. പിന്നെ നമ്മൾ ഇവിടുന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ അവിടെ മരമുള്ളത് കൊണ്ടാ, ഇവിടെ കന്നിമൂലയിലായത് കൊണ്ടാ, അവിടെ കിണർ കുത്തിയത് കൊണ്ടാ, വേണ്ട. ഇതൊക്കെ അല്ലാഹുവിന്റെ രേഖയിലുള്ളതാ. ഇന്നദാലിക അലല്ലാഹി യസീർ. അതൊക്കെ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് അല്ലാഹുവിന് വളരെ ഈസിയായ, വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്ത് തൗബയിലെ 51-ാമത്തെ വചനത്തിൽ ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം അതാ. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പ്രവാചകരെ ഖുൽ, താങ്കൾ പ്രഖ്യാപിക്കണം, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വ അലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഇതാവണം നമ്മുടെ പ്രഖ്യാപനം. പരീക്ഷണങ്ങൾ ഉണ്ടാകും, മുസീബത്തുകൾ ഉണ്ടാകും, അസൗകര്യങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ പരിഭ്രാന്തരായി ആകെ തകർന്ന് തളർന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, മറ്റുള്ള സമയത്തെ കുറ്റം പറഞ്ഞ്, മാസത്തെ കുറ്റം പറഞ്ഞ് അല്ല. ഇങ്ങനെയൊന്നും ആവേണ്ടവരല്ല ഒരു മുഅ്മിൻ. അയാൾക്ക് മനോധൈര്യം വീണ്ടെടുക്കാൻ സാധിക്കണം, ഇസ്സത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കണം, നട്ടെല്ല് നിവർത്തി നിൽക്കാൻ അയാൾക്ക് സാധിക്കണം, ആത്മധൈര്യം വീണ്ടെടുക്കാൻ സാധിക്കണം. അയാൾ എന്താ പ്രഖ്യാപിക്കേണ്ടത്? ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ഇല്ല, എൻ്റെ ജീവിതത്തിൽ എന്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, എൻ്റെ ജീവിതത്തിൽ ഏതേത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ തകർന്നു പോകുന്നവനല്ല, ഞാൻ തളർന്നു പോകുന്നവനല്ല. എൻ്റെ റബ്ബിൽ എനിക്കൊരു ശുഭപ്രതീക്ഷയുണ്ട്. എനിക്ക് സംഭവിച്ച ഈ പരീക്ഷണം ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, എൻ്റെ റബ്ബ് വിധിച്ചതല്ലാതെ, എൻ്റെ അല്ലാഹു വിധിച്ചതല്ലാതെ, അവൻ നേരത്തെ നിശ്ചയിച്ചതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ വീട് കന്നിമൂലയിലായതുകൊണ്ടല്ല, ഞാൻ ആ മൂലയിൽ ഒരു കിണർ കുത്തിയത് കൊണ്ടല്ല, അവിടെ നിന്നൊരു മരം മുറിച്ചത് കൊണ്ടല്ല, ആ ദിവസം എൻ്റെ വീട്ടിൽ കൂടിയത് കൊണ്ടല്ല, ആ ദിവസം എൻ്റെ
എന്റെ കടയുടെ ഉദ്ഘാടനം നടത്തിയത് കൊണ്ടല്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ല ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എനിക്കെന്ത് സംഭവിക്കണം, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കണമെന്ന് എന്റെ റബ്ബ് നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, അവനാണ് എന്റെ രക്ഷിതാവ്. ഫഅലല്ലാഹി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികളിൽ അവനിൽ ഭരമേൽപ്പിക്കുന്നവരാ നമ്മളോ. പരിശോധിക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ചെറിയ ചെറിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്നത് അംഗീകരിക്കാനുള്ള വൈമനസ്യം കൊണ്ടാണ്. അൽ ഖദറു ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല എന്ന ഈമാൻ കാര്യത്തിലെ സുപ്രധാനമായ 6ാമത്തെ കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വേണ്ട രൂപത്തിൽ പ്രവേശിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഇത് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മുഹറം മാസത്തിന് മോശമില്ല, അത് അല്ലാഹ് പവിത്രമാണെന്ന് പഠിപ്പിച്ച മാസമാണ്. അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അത് അപശകുനത്തിൻ്റെതല്ല, ദുശകുനത്തിൻ്റെതല്ല, അത് ഖൈറിന്റെ മാസമാണ്. അർബഅത്തുൻ ഹുറും, പവിത്രമാണ് ആ മാസം എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും സമയത്തെയോ കാലത്തെയോ കാര്യങ്ങളെയോ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടവരല്ല. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള ആ വിധിവിശ്വാസം അതിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നാം വേണ്ടത്. യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവം അതാണ്. എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനാണ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഇതാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവമായി അള്ളാഹു പഠിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നഹ്സ് നോക്കുക. ദുശകുനവും അന്വേഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവമല്ല. മകൻ്റെ വിവാഹം നിശ്ചയിക്കുമ്പോൾ, വീട്ടിൽ കൂടൽ നിശ്ചയിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് ചെന്ന് ഏത് ദിവസമാണ് മോശം, ഈ ചോദ്യം മുസ്ലിമിൻ്റെ സ്വഭാവമല്ല. ഇത് ജൂതൻ്റെ സ്വഭാവമാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല തൻ്റെ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ ഇത്തരം ആയത്തുകളും ഹദീസുകളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറയുന്നു, വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ഇത് യഹൂദികളുടെ സ്വഭാവമാണ്, അവരുടെ ചര്യയാണിത്. ലാ മിൻ ഹദിയിൽ മുസ്ലിമീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം, റഹ്മാനായ റബ്ബിൽ ഭരമേൽപ്പിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ സ്വഭാവമല്ല ഇത്. നമ്മൾ മുഅ്മിനാണെങ്കിൽ, നമ്മൾ മുസ്ലിമാണെങ്കിൽ നമ്മൾ നിർഭയത്വത്തോടുകൂടെ എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ കഴിയണം. ഒരു വീടിന് കുറ്റിയടിക്കുമ്പോൾ അതിന് നമുക്ക് ആശാരി വേണ്ടതില്ല, അതിന് നമുക്ക് എഞ്ചിനീയർ മതിയാവും. അതിൻ്റെ തുടക്കം കുറിക്കാൻ നമുക്ക് ഏതെങ്കിലും കാര്യപ്പെട്ട ആളുകൾ വേണ്ടി വരില്ല. നമുക്ക് കാര്യപ്പെട്ട നമ്മുടെ മാതാവോ നമ്മുടെ പിതാവോ മതിയാവും. അയാൾ ബിസ്മില്ലാ, ഞാൻ ഏൽപ്പിക്കുന്നത് എൻ്റെ റബ്ബിനെയാ. യാത്ര തുടങ്ങുമ്പോൾ അതിനേത് സമയം ഏത് ദിവസം അത് അയാൾക്ക് പ്രശ്നമല്ല. അയാളുടെ പ്രശ്നം വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിട്ടുണ്ടോ, സുബ്ഹാനല്ലദി സഖറ ലനാ എന്നുള്ള പ്രാർത്ഥന ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടാണോ ഇറങ്ങി. ഇതാണ് അയാളുടെ പ്രശ്നം. ഒരു മുഅ്മിനിന്റെ ആലോചനകൾ അതാണ്. ഒരു മുഅ്മിനിന്റെ ചിന്ത ഇതാണ്, എൻ്റെ റബ്ബിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതല്ലാത്ത മറ്റൊന്നും അവനെ നിരാശപ്പെടുത്തുന്നില്ല, അവനെ അസ്വസ്ഥനാക്കുന്നില്ല. നമ്മെ അസ്വസ്ഥനാക്കുന്നുണ്ട് മറ്റു വിഷയങ്ങളെങ്കിൽ നമ്മുടെ ഈമാനിനെ കുറിച്ച് നാം പരിശോധിക്കണം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദ്ദതുഹു ത്വീറതു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. സഹോദരങ്ങളെ, അടിവരയിട്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഹദീസാണിത്. ഒരു മനുഷ്യൻ മൻ റദ്ദതുഹു ത്വീറതു മിൻ ഹാജത്തിൻ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി, ഒരാൾ പറഞ്ഞു അന്ന് നല്ല ദിവസമല്ല എന്ന്.
നമ്മൾ ആ കാര്യത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എങ്കിൽ ഫഖദ് അശ്റക, അയാൾ മുശ്രിക്കായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങി, മറ്റൊരാൾ നമ്മോട് പറഞ്ഞ ദിവസം ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ കാര്യത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ, ബാത്റൂം പണിയാൻ നോക്കി, എത്ര ആളുകളാ ബാത്റൂം പൊളിച്ചത്, എത്ര ആളുകളാണ് കിച്ചണിന്റെ ഭാഗം പൊളിച്ചത്, എത്ര ആളുകളാണ് അടുപ്പ് മാറ്റിപ്പണി. കാറ്റ് വരുന്നത് കൊണ്ടല്ല, എയർ സർക്കുലേഷന്റെ പ്രശ്നമല്ല, അവിടെ പോക്കുവരവുണ്ട് എന്നാണ്. അവിടെ പോക്കുവരവുണ്ട് എന്നാണ്, കാറ്റിന്റെ പോക്കും വരവുമല്ല. അതൊക്കെ ആവശ്യമാണ്, പക്ഷെ അതല്ല. മറിച്ച് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും ഈമാനിന്റെ വക്താക്കൾ പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫഖദ് അശ്റക, അയാൾ മുശ്രിക്കായിരിക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മകഫാറതു ദാലിക്, അങ്ങനെ ചെയ്താൽ, അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നബി പറഞ്ഞു, അയ്യഖൂല അഹദുകും, പ്രാർത്ഥിക്കണം റബ്ബിനോട്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക. അല്ലാഹുവേ, സർവ്വ നന്മകളും നിന്നിൽ നിന്നാണ് റബ്ബേ. അല്ലാഹുവേ, ഒരു ദുശകുനവും നിന്റേതല്ലാത്ത ഒരു ശകുനവുമില്ല റബ്ബേ. വലാ ഇലാഹ ഗൈറുക, നീയല്ലാതെ ഒരു ഇലാഹും, ഒരു ദൈവവും, ഒരു ആരാധ്യനുമില്ല അല്ലാഹ്. ഇത് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക ലാ ഇലാഹ ഗൈറുക. ഇത് പ്രാർത്ഥിക്കലാണ് ഇതിന്റെ പരിഹാരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തൗഹീദ് ഊട്ടി ഉറപ്പിക്കുക, ഇതാണ് അതിന്റെ മാർഗം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, നിർഭയരായിക്കൊണ്ട്, അസ്വസ്ഥതയുള്ള മനസ്സിൽ നിന്ന് മാറി നിന്ന് സ്വസ്ഥതയുള്ള സമാധാനമുള്ള ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ അതിനേക പോംവഴിയേ ഉള്ളൂ, തൗഹീദ് ഉൾക്കൊള്ളുക, ഈമാൻ യഥാർത്ഥ രൂപത്തിൽ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുക, നിർഭയരായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.